അറിയട്ടെ ജനാദരവ് അഭിമന്യ ബഹുമാനപ്പെട്ട വൈദികരെ, ഏറെ സ്നേഹമുള്ള സഹോദരിമാരെ, ഞങ്ങൾ ചിന്തിച്ചിരുന്നത് നിങ്ങൾക്കാണ് ഇച്ചിരെങ്കിലും നിരാശയില്ലാത്തത്, ആശയുള്ളതാണ്. ഇവിടെ വന്നിരുന്നപ്പോഴാണ് അറിയുന്നത് കേരളത്തിൻ്റെ ആശ നിങ്ങളിലാണെങ്കിലും നിങ്ങളെല്ലാവരും നിരാശയിലാണ്. ഞങ്ങൾ നിങ്ങളുടെ നിരാശയിൽ പങ്കുചേരുകയാണ്. സർക്കാരിൻ്റെ നീതിരഹിതമായിട്ടുള്ള നിങ്ങൾക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള ആനുകൂല്യങ്ങൾ തരാതെ നിങ്ങളെ നിരാശയിലാക്കിയിരിക്കുന്നതിൽ ഞങ്ങൾക്കും വേദനയും നിരാശയുമാണ്. ഇവിടെ ബഹുമാനരായ തിരുമേനിമാരും ബഹുമാനപ്പെട്ട കേരള കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ സെക്രട്ടറിയും ഓർപ്പിച്ചതുപോലെ നിങ്ങളാണ് കേരളത്തിൻ്റെ ആശ, പ്രത്യാശ എന്ന് പറയുന്നത്. ഓരോ വീടുകളിലും ചെറിയവരുടെയും വലിയവരുടെയും ഒക്കെ അടുത്ത് വന്ന് അവരെ കണ്ട് വേണ്ട ഒത്താശകൾ ചെയ്ത് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യുന്ന നിങ്ങളെ മറന്നു പോകുന്നത് നന്ദിയിടാണ്. കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് സ്വല്പം മുമ്പ് നടത്തിയതായിട്ടുള്ള സമരം എന്ന് പറയുന്നത് വന്യമൃഗങ്ങൾക്ക് ആക്രമണത്തിനിരയാകുന്നതായിട്ടുള്ള ആളുകളോട് കാണിക്കുന്നതായിട്ടുള്ള അനാസ്ഥയ്ക്കെതിരെയാണ്. എനിക്ക് തോന്നുന്നു നിങ്ങളെ കേരളം ഓർക്കുന്നില്ലെങ്കിൽ, സർക്കാർ ഓർക്കുന്നില്ലെങ്കിൽ, നീതി ചെയ്യുന്നില്ലെങ്കിൽ വന്യമൃഗങ്ങൾ ആക്രമിക്കുന്നത് തന്നെ കുറച്ചുകൂടെ നല്ലത്. നിങ്ങൾക്കുള്ള എല്ലാ പിന്തുണയും നൽകിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കും. വളരെ നന്ദി തിരുമേനി. ഇതിൽ കൂടുതൽ വലിയ വാക്കുകൾ നമുക്ക് ഉപയോഗിക്കാൻ പ്രയാസമുള്ളതാണ്. വളരെ ശക്തമായി കഴിയുന്നത് തിരുമേനി പറഞ്ഞു. അടുത്തതായി സംസാരിക്കുന്നത് ബിഷപ്പ് ഡോക്ടർ സെൽവാദോസ് പ്രഭു. അഭിനയ തിരുമേന്മാർ, ഇടയായിരിക്കുന്ന എല്ലാ അച്ഛന്മാർക്കും നാട്ടുകാർക്കും വന്ദനം അറിയിക്കുകയാണ്. നമ്മുടെ ന്യായമായ പ്രശ്നങ്ങൾ അത് നാം നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം നാം സംശീകരിച്ചതാണ്. എന്നാൽ എന്തുകൊണ്ടാണ് സർക്കാർ നമ്മെ അവഗണിക്കുന്നത്? പ്രത്യേകിച്ച് ഇടതുപക്ഷ സർക്കാർ, LDF ഗവൺമെൻറ് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു അവഗണന നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നത്? പ്രത്യേകിച്ച് തൊഴിലാളി വർഗത്തിൻ്റെ, ലോകത്തിലുള്ള അടിസ്ഥാന വർഗത്തിൻ്റെ എല്ലാം ഐഡിയോളജിയെ, ആദർശങ്ങളെല്ലാം സ്വാംശീകരിച്ച് മയക്കി കിട്ടുമ്പോൾ ഞങ്ങൾ അടിസ്ഥാന വർഗത്തിൻ്റെ ജനമാണ്, ഞങ്ങളെല്ലാവരും വന്ന് ഞങ്ങൾക്ക് കൊടിപിടിക്കുക, ഞങ്ങൾക്ക് പോസ്റ്റർ ഒട്ടുക, ഞങ്ങൾക്ക് വേണ്ടി ജാഥയിൽ അണിനിരക്കുക എന്ന് പറയുകയും ഭരണം കിട്ടിയതിന് ശേഷം അവർക്ക് നമ്മൾ വേണ്ട. ഇപ്പോൾ അതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ് സ്വകാര്യ സർവകലാശാലകൾ. ഇതുവരെ കേരള ചരിത്രത്തിൽ ഇല്ലാത്ത വിധത്തിൽ കേരളത്തിൽ വരുവാൻ വേണ്ടിയുള്ള അണിയറ പ്രവർത്തനങ്ങൾ നടത്തുക മാത്രമല്ല, നയപരമായിട്ട് അതിൽ തീരുമാനങ്ങൾ എടുത്തു. എന്താണ് സ്വകാര്യ സർവകലാശാല? സ്വകാര്യ സർവകലാശാല എന്ന് പറയുമ്പോൾ ആരോഗ്യരംഗത്തെ പോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെയും ഈ തൊഴിലാളി വർഗത്തിന്റെ വക്താക്കൾ എന്ന് പറയുന്ന പാർട്ടി അല്ലെങ്കിൽ മുന്നണി ഇപ്പോൾ ഒരു മലക്കം മറിയുന്ന ഒരു രീതിയിലാണ് വരുന്നത്. സ്വകാര്യ സർവകലാശാല, സ്വകാര്യ ആശുപത്രികളുടെയൊക്കെ പ്രശ്നം അതിനകത്തുണ്ടെങ്കിലും ആർക്കിവിടെ പോകാൻ സാധിക്കും? സാധാരണ നിങ്ങൾ അംഗീകരിക്കുന്ന, നിങ്ങൾ നിരന്തരം ഇടപെടുന്ന ഉൾഗ്രാമങ്ങളിലെ ജനവിഭാഗം, പ്രത്യേകിച്ച് ചേരി നിവാസികൾ, കോളനി നിവാസികൾ, സാധാരണ അടിസ്ഥാന പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗത്തിന് ഇത്തരത്തിലുള്ള അനന്തപുരിയിലോ അല്ലെങ്കിൽ ഈ കാണുന്ന ഏതാശുപത്രി കിംസിലോ പോകാൻ പറ്റുമോ? ഇവിടുത്തെ പൊതു ആരോഗ്യം, സർക്കാർ ആശുപത്രികൾ, അതെല്ലാം സർക്കാർ സംവിധാനങ്ങൾ നിലനിന്നാൽ മാത്രമേ ഈ അടിസ്ഥാന വർഗമായിരിക്കുന്ന താഴേക്കെട്ടിലുള്ള ജനവിഭാഗങ്ങൾക്ക് ഒരു ആരോഗ്യവും ജീവനും ഒരു സുരക്ഷിത ഉണ്ടാകത്തുള്ളൂ, സമ്പൂർണ്ണ ആരോഗ്യം ഉണ്ടാകത്തുള്ളൂ.
അതിനെ ബോധപൂർവം തീർക്കുവാൻ വേണ്ടിയാണ് ഇപ്പോൾ നിങ്ങളുടെ നമ്മളൊന്ന് ബിരിയാണി വിളിക്കുന്നവരല്ല, കഴിക്കുന്നവരല്ല. നമുക്ക് ബിരിയാണി എന്തെങ്കിലും കഴിക്കാൻ പറ്റും നമ്മുടെ ഈ സ്ലാബിൽ വെച്ചുകൊണ്ട്, ഈ വേദന വെച്ചുകൊണ്ട്. നമ്മൾ റേഷൻ അരി കഴിഞ്ഞ് കിടിക്കണമെന്ന് പറയുന്നത് തെറ്റൊന്നുമില്ല. സർക്കാർ നമുക്ക് വരുന്നത് എന്താണ്? ഇന്നത്തെ വിലക്കയറ്റം, സ്വർണ്ണത്തിന് എത്ര വില കൊടുക്കുന്നത്, ഗ്രാമിന് എത്രയാ? 1 ഗ്രാം കൂടെ നമ്മുടെ മാസ ശമ്പളം വെച്ചുകൊണ്ട് 1 ഗ്രാം വാങ്ങാൻ പറ്റുമോ? പറ്റുമല്ലയോ? പണിക്കൂലിയും ചെയ്താലൊക്കെ വെച്ചാൽ പറ്റത്തില്ല. 1 ഗ്രാമിന്റെ കൂലി കൂടെ നമുക്ക് ഇല്ലാത്ത ഒരവസ്ഥയിൽ സർക്കാർ വേറൊരു ചതിവ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ ഇപ്രകാരം തള്ളിവിടുമ്പോൾ നിങ്ങൾ മാത്രമല്ല ബാധിക്കുന്നത്, ബഹുഭൂരിപക്ഷം ജനകോടികളായിരിക്കുന്ന താഴെ തട്ടിലുള്ള കോളനിയിലും ചേരിയിലും ഉൾഗ്രാമങ്ങളിലും താമസിക്കുന്ന ആദിമനിവാസികളെയാണ് സർക്കാർ ചതിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം ന്യായമായ ആവശ്യമാണ്. അത് സർക്കാർ എത്രയും വേഗം അതിനെ പരിഹരിക്കണം. നമ്മുടെ പേരിൽ ഇപ്പോൾ പല കേസുകളൊക്കെ കൊണ്ടുവരുന്നത് പത്രത്തിലൊക്കെ അറിയുകയാണ്. ഇതിന്റെ നേതാക്കന്മാരോട് കേസുകളിട്ട് പേടിപ്പിക്കാൻ വേണ്ടിയാണ്. ആരാ? LDF സർക്കാരാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. നമ്മുടെ ന്യായമായ ആവശ്യങ്ങളെ ചർച്ചയിലൂടെയും ഒരു നല്ല രീതിയിൽ പരിഹരിക്കേണ്ട ആ സർക്കാർ തന്നെ ഇപ്പോൾ നമ്മളെ പോലീസിനെ കൊണ്ട് പീഡിപ്പിക്കാനൊക്കെ ശ്രമിക്കുകയാണ്. അത്തരത്തിലുള്ള എല്ലാവിധമായ ഭീഷണികളും മാറ്റിക്കൊണ്ട് നമ്മുടെ അവകാശത്തിന് പരിഹരിക്കണമെന്ന നിങ്ങളുടെ ഈ ആവശ്യത്തിന് ഞാനായിരിക്കുന്ന ഈ KCCയും എല്ലാ അച്ഛന്മാരും തിരുവേദിമാരും പ്രത്യേകിച്ച് ബൈബിൾ ഫെയ്ത്ത് മിഷൻ സഭയും നിങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുന്നു. വളരെ നന്ദി ഡോക്ടർ സെൻ പ്രമോദ്. അദ്ദേഹം